CAA പൗരത്വ ചട്ടങ്ങളിൽ സുപ്രധാന ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. അതിർത്തി ജില്ലകളിലെ കളക്ടർമാർക്ക് പൗരത്വ അപേക്ഷകൾ സ്വീകരിക്കാൻ അനുമതി. രേഖകൾ പരിശോധിച്ച് പൗരത്വം അനുവദിക്കാൻ കളക്ടർമാർക്ക് നേരിട്ട് അധികാരം നൽകുന്ന വിജ്ഞാപനം ഇറങ്ങി. നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കാനാണ് മാറ്റമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്താണ് പുതിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം? CAA പൗരത്വ ചട്ടങ്ങളിൽ സുപ്രധാന ഭേദഗതി വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിർത്തി ജില്ലകളെ കളക്ടർമാർക്ക് പൗരത്വ അപേക്ഷകൾ സ്വീകരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. രേഖകൾ പരിശോധിച്ച് പൗരത്വം അനുവദിക്കാൻ കളക്ടർമാർക്ക് നേരിട്ട് അധികാരം നൽകുന്ന വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കാനാണ് മാറ്റമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതിയുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലെ കാലതാമസമൊക്കെ ഒഴിവാക്കാൻ ഒരു നിർണായകമായ നിർദ്ദേശം നൽകുകയാണ് ആഭ്യന്തര മന്ത്രാലയം. സുജിഷ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത് എംപവേർഡ് കമ്മിറ്റി ആയിരുന്നു ഇതിൽ അല്ലെങ്കിൽ പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അത് സർക്കാർ സംവിധാനത്തിലേക്ക് വരുന്നു, ഒരു കലക്ടർ മാത്രമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് കാലതാമസം ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, പാഴ്സി അടക്കം വിഭാഗങ്ങളിൽ നിന്നുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഉതകുന്നതാണ് ഇതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ക്രിസ്ത്യൻ, ഹിന്ദു, പാഴ്സി അടക്കമുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പൗരത്വം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രത്യേക ന്യൂനപക്ഷ മുസ്ലിം സമുദായങ്ങൾക്കുള്ള ഇത് ബാധകമല്ല എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ രാജ്യങ്ങളിലെ ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് ഈ പൗരത്വ പ്രശ്നം വരുമ്പോൾ കളക്ടർക്ക് അധികാരമുള്ളൂ എന്നുള്ളതാണ്. അതിർത്തി ജില്ലകളിലെ കളക്ടർമാർക്ക് മാത്രമാണ് ഈ അധികാരമെന്നും നിജപ്പെടുത്തിയിട്ടുണ്ട്. രുചീഷ്. ശരി ശരത് ലാൽ, എന്തായാലും ഈ കാര്യങ്ങളിൽ CAA-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ നടപടിയാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ